ഹലോ, വെൽക്കം. ജാന്തക്ഷ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെറിയൊരു പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് കറിയൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒറ്റൊരു വിഭവമാണ്. ഇന്ന് 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ: ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി. ഇത് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. വഴുതനങ്ങ നന്നായിട്ട് ഉപ്പിട്ടിട്ട് അതിൽ കുറച്ച് നേരം വെച്ച് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു 10-15 മിനിറ്റ് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം, ഇഷ്ടംപോലെ നമുക്ക് ഊണും കഴിക്കാം. ഈ പറയുന്ന നേരം കൊണ്ട് നമുക്കിതെല്ലാം റെഡിയാക്കാം. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് അധികം ഉപയോഗിക്കാറില്ല. അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഒന്നുമില്ല, നമുക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിലും എളുപ്പത്തിൽ ഇത് സിമ്മിൽ വെക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ മുളക് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പെട്ടെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. വഴുതനങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ. നമ്മൾക്ക് ഊണ് എടുക്കുന്ന ആ സമയത്ത് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. പെട്ടെന്ന് ശരിയായിക്കോളും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്കൂളിലൊക്കെ പോകാനായിട്ട് കൂട്ടാനൊന്നും കിട്ടാണ്ട് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. പിന്നെ സിമ്മിൽ വെക്കണം, ഇതല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് ശരിയാകും. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് എളുപ്പത്തിൽ വേഗം കുട്ടികൾക്ക് ഹോസ്റ്റലിലും വീട്ടമ്മമാർക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് മീനൊന്നും കിട്ടാത്ത സമയമാണെങ്കിൽ ഇതും തൈരൊക്കെ ഉണ്ടെങ്കിൽ വേഗം നമുക്ക് കുറേ ചോറുണ്ണാനും സാധിക്കും. ഇത് പെട്ടെന്നാവും. ഒരു പാട്ട് പാടിയേക്കാം അപ്പോഴേക്കും ഇതാവണ വരെ കൊണ്ട്. മരണദേവനൊരു വരം കൊടുത്ത മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും, ചിരിച്ചവർ കണ്ണീരു പൊഴിക്കും. മരണദേവനൊരു വരം കൊടുത്ത മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ. ശരിയാണല്ലേ കൂട്ടുകാരെ? നമുക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ഈ ഒരു നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ള സന്തോഷവും സമാധാനത്തോടു കൂടി എല്ലാവർക്കും ദൈവം സമാധാനവും സന്തോഷം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ ഇടണം കേട്ടോ. ഒന്നത് ആവാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്. അത് നീളൻ വഴുതനങ്ങയാണ് എപ്പോഴും നല്ലത്. മറ്റേ ചെറുതാകുമ്പോഴത്തേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. ഇതേപോലെ തന്നെ വഴുതനങ്ങ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഞെട്ടൊന്നും കളയാണ്ട് നീളത്തിലാക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ പുരട്ടി വെച്ചിട്ട് ഒരു ട്വെയിനിട്ട് കെട്ടിയിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ വഴറ്റിയിട്ട് ഈ വഴുതനങ്ങയും കൂടി ഇട്ട് വഴറ്റി ഒരു തേങ്ങാപ്പാൽ, ഫസ്റ്റ് തേങ്ങാപ്പാലിൽ അതിരുന്ന് വെന്ത് ഇറക്കാൻ നേരത്ത് വേപ്പിലയും കുറച്ചിത്തിരി നമ്മുടെ ആദ്യം വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിച്ചാൽ സൂപ്പറായിരിക്കും. ഈ വഴുതനങ്ങ കൊണ്ട് കുറേ ടൈപ്പ് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങൾക്കിത് നല്ല ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കേ, ബൈ.